ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ക്രിസ്മസ് പ്രമാണിച്ച് ഒട്ടനേകം സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുന്നത്. ദിലീപ് നായകനായി എത്തുന്ന ഈ ഡിസംബറിൽ നേരത്തെ ചാർട്ട് ചെയ്തിരുന്ന മലയാളത്തിലെ അടുത്തൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ തങ്കമണി. ചിത്രം ഇപ്പോഴത്തെ പുതുതായിട്ട് ചാർട്ട് ചെയ്തിരിക്കുന്ന റിലീസ് തീയതി അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. അടുത്ത വർഷം ജനുവരി 19 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. അബ്രഹാം ഓസ്ലർ എന്ന സിനിമയുടെ പുതിയ അപ്ഡേറ്റുകൾ വരാത്തത് കൊണ്ട് സിനിമയുടെ റിലീസ് മാറ്റുമോ എന്നൊരു ചോദ്യം ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ജയറാം നായകനായി എത്തുന്ന മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ റിലീസിൽ ഒരു മാറ്റവുമില്ല. ജനുവരി 11 തന്നെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. സിനിമയുടെ അപ്ഡേറ്റുകൾ ഈ ആഴ്ച മുതൽ പ്രതീക്ഷിക്കുന്നു. 2024 ഇത് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളത്തിലെ എന്റർടൈനർ സിനിമയാണ് ബേസൽ ജോസഫ്, പൃഥ്വിരാജ് എന്നിവർ പ്രധാന റോളുകളിൽ എത്തുന്ന ഗുരുവായൂർ അമ്പലനടയിൽ സിനിമയുടെ ഏറ്റവും പുതിയ ഷെഡ്യൂൾ ചിത്രീകരണം ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനിയും സിനിമയ്ക്ക് അവസാനമായിട്ട് 5ാമത്തെ ഷെഡ്യൂൾ കൂടി ബാക്കിയുണ്ട്. അത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പൂർത്തിയാക്കുന്നതാണ്. അടുത്ത അപ്ഡേറ്റുകൾ ഉടൻ പുറത്തു വരുന്നതാണ്. മിഷൻ ചാപ്റ്റർ 1 എന്ന അരുൺ വിജയ് നായകനെത്തുന്ന സിനിമയുടെ പോസ്റ്ററുകൾ പുറത്തു വന്നു തുടങ്ങിയിരിക്കുകയാണ്. പൊങ്കൽ റിലീസായിട്ട് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. തമിഴ് താരം ധനുഷ് സംവിധാനം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ 3ാമത്തെ സംരംഭത്തിന്റെ ഫസ്റ്റ് ലുക്ക്, ടൈറ്റിൽ ലുക്ക്, ഒപ്പം തന്നെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ എല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ധനുഷ് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ പേര് നിലാവുക്ക് എന്മേൽ എന്നടി കോപം എന്നാണ്. ചിത്രത്തിലെ മാത്യൂസ്, അനിക സുരേന്ദ്രൻ കൂടാതെ പ്രിയ പ്രകാശ് തുടങ്ങിയ ഒട്ടനേകം താരനിര അഭിനയിക്കുന്നു. ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട റിലീസ് ക്യൂൻ എലിസബത്ത് എന്ന സിനിമയുടേതാണ്. മീര, ജാസ്മിൻ, നരേൻ എന്നിവർ പ്രധാന റോളുകളിലെത്തുന്ന സിനിമ ഡിസംബർ 29 റിലീസ് ചെയ്യും. ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ, അഭിമുഖങ്ങളെല്ലാം തന്നെ യൂട്യൂബിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അടുത്ത വർഷം ഫെബ്രുവരി 9 തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയാണ് പ്രേമലു. അസ്ലൻ, മമിത ബൈജു എന്നിവർ പ്രധാന റോളുകളിലെത്തുന്ന സിനിമയുടെ ക്രിസ്മസ് ദിന സ്പെഷ്യൽ പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ്. വിവേകാനന്ദൻ വൈറലാണ് എന്ന സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്ററും പുറത്തു വന്നിരിക്കുകയാണ്. കമലിന്റെ സംവിധാനത്തിൽ ഷൈൻ ടോം ചാക്കോ നായകനെത്തുന്ന സിനിമയിൽ 5 നായികമാരുണ്ട്. ജാനിമൻ സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്യുന്ന സിനിമയാണ് മനുമൽ ബോയ്സ്. ചിത്രം രോമാഞ്ചം തിയേറ്ററുകളിലേക്ക് എത്തിയ മാസമായ ഫെബ്രുവരി മാസം അടുത്ത വർഷം തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. പൊങ്കൽ റിലീസ് പ്രഖ്യാപിച്ച രജനികാന്ത് കാമിയോ റോളിലെത്തുന്ന തമിഴ് സിനിമയാണല്ലോ ലാൽസലാം. എന്നാൽ സിനിമ റിലീസ് മാറ്റിയിരിക്കുകയാണ്. ജനുവരി 26 മാറ്റിയെന്നത് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഒഫീഷ്യൽ റിലീസ് തീയതി പ്രഖ്യാപനം ഉടനുണ്ടാക്കും. ഇതോടെ ലാലേട്ടന്റെ മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയോടൊപ്പം രജനിയുടെ കാമിയോ റോളിലെത്തുന്ന ലാൽസലാം ക്ലാഷ് റിലീസാണ് എന്നത് ഏറെക്കുറെ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്നാണല്ലോ ലിജോയുടെ ലാലേട്ടൻ നായകനായി എത്തുന്ന മലൈക്കോട്ടെ വാലിബന്റെ ഏറ്റവും പുതിയ കിടിലൻ പോസ്റ്റർ പുറത്തു വന്നത്. ആ പോസ്റ്ററിന് പിന്നാലെയും ഏറ്റവും പുതിയൊരു പോസ്റ്റർ നമുക്ക് കാണാനായിട്ട് ഇടയായിരിക്കുകയാണ്. അത് പുറത്തു വന്നിരിക്കുന്നതാകട്ടെ തിയേറ്ററുകളിലെ ഡിസ്പ്ലേ വാളിൽ നിന്നാണ്. ഏറ്റവും പുതിയൊരു കിടിലൻ പോസ്റ്ററാണ് ഈ കാണുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഈ പോസ്റ്ററിന്റെ HD റിലീസിനായിട്ടാണ് നാം കാത്തിരിക്കുന്നത്. ചിത്രത്തിന്റെ ഒന്നിന് പിറകെ ഒന്നായിട്ട് വരുന്ന എല്ലാ പോസ്റ്ററുകളും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലെ മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയുടെ കേരളത്തിലെ ആദ്യ പ്രദർശനം രാവിലെ 7 മണിക്ക് ആരംഭിക്കാനായിട്ടാണ് നിലവിൽ ധാരണയായിരിക്കുന്നത്. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ വാർത്തകൾ കേട്ടാം.